ഈ സഭയില് ഒരു ഭട്ടക്കാരന്റെ ജീവിത പങ്കാളിയായി പ്രിയപ്പെട്ട ലീലാമ്മ കൊച്ചുമ്മ ഈ ശുശ്രൂഷയിലെ സഭയിലേക്ക് പ്രവേശിച്ച ആ കാലം മുതൽ പ്രത്യേകിച്ചും എനിക്ക് നേരിട്ട് കൂടുതൽ അറിയുവാൻ എനിക്ക് സമയം ലഭിച്ചിട്ടുണ്ട്. ലീലാമ്മ കൊച്ചുമ്മ ജനിച്ചു വളർത്തുന്നത് ഒരു സുവിശേഷ ദർശനമുള്ള ഒരു ഭവനത്തിലായിരുന്നു. എന്റെ സഹോദരനും സഹോദരിയും ഒക്കെ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ വിവിധ ചുമതലകൾ വഹിച്ച് അനേകരെ കർത്താവിലേക്ക് ആനയിച്ചിട്ടുള്ള ഒരു കുടുംബമാണ്. അതിൽ ലീലാമ്മയ്ക്കും ലീലാമ്മ കൊച്ചുമ്മയ്ക്കും നല്ലൊരു പങ്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ സമയം ഞാൻ ഓർക്കുകയാണ്. ഈ സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയില് ഒരു ക്രിസ്ത്യാനിയായി കർത്താവിന്റെ ശുശ്രൂഷയിൽ തന്റെ പ്രിയ ഭർത്താവിനെ അനുഗമിച്ച് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം നയിച്ചു. വളരെ പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ നിന്നെയും പരിഹാസവും ഏറ്റ് പ്രവർത്തന രംഗങ്ങളിൽ പിന്നിൽ ഒരു തക്ക തുണയായി നിന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ലോകത്തിലെ പോരാട്ടങ്ങളും ശാരീരികമായ ക്ലേശങ്ങളും എല്ലാം സഹിച്ചുകൊണ്ട് മാതൃകയായി നിന്നു. ആ തനിക്ക് ലഭിച്ച അവസരങ്ങളൊക്കെ വളരെ ആത്മഭാരത്തോടുകൂടെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ടതായ ഒരു കാര്യമാണ്. ഇപ്പോൾ എനിക്ക് മുമ്പേ പറഞ്ഞ ഡോക്ടർ തോമസ് സാറ് ഓർപ്പിച്ചതുപോലെ വാളങ്ങളിടവയിൽ വർദ്ധിച്ചതായ ആ കാലങ്ങളും അതുപോലെ അയ്യൂർ സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ മൗണ്ട് എർത്തിലും തിരുവേനി വികാരിയായിരുന്ന സമയത്ത് കുടുംബമായി അവിടെ താമസിച്ച സമയങ്ങളിൽ ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനിടയിൽ അടുത്തുള്ള ഭവനങ്ങളിലൊക്കെ പോയി സുവിശേഷം പറഞ്ഞ് അനേകരെ രക്ഷയിലേക്ക് നയിച്ചിട്ടുണ്ട്. ഒരാത്മഭാരമുള്ള വ്യക്തിയായിരുന്നു. അത് തന്നെ തിരുമേനിക്ക് പ്രവർത്തനത്തിന് വളരെ ഉത്സാഹം നൽകിയിരുന്നു എന്നുള്ളത് ഈ സമയം ഓർക്കുകയാണ്. ഇതൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും അടുത്ത തലമുറയിലുള്ളവർക്കും ഒരു മാതൃകയാണ്. ലീലാമ്മ നമ്മളെ വിട്ടുപോകുന്നുവെങ്കിലും ജീവിതത്തിന്റെ ഈ വിലയേറിയ അവസരങ്ങളെ മനസ്സിലാക്കുവാൻ ദൈവം അവസരം നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ അവസാന നാളുകളിൽ ശാരീരികമായ ചില പ്രയാസങ്ങൾ അനുഭവിച്ചു, വളരെ വേദന അനുഭവിച്ചു എങ്കിലും നല്ല പ്രത്യാശയോടുകൂടെ അതിനെയൊക്കെ അഭിമുഖീകരിക്കുവാനുള്ള കൃപ തന്റെ മകൾക്ക് ലഭിച്ചിരുന്നു. ആ രോഗത്തിന്റെയും ചികിത്സയുടെ ഇടയിൽ ദൈവം കൊടുത്ത സൗഖ്യം ആ സമയങ്ങൾ ഒട്ടും നഷ്ടപ്പെടുത്താതെ ക്രിസ്ത്യാനിമാരുടെ കോൺഫറൻസിലും മറ്റു കൂട്ടായ്മകളിലും വന്ന് സന്തോഷത്തോടെ ധൈര്യത്തോടുകൂടെ ദൈവം ചെയ്ത ആ വലിയ കൃപയും താൻ അനുഭവിച്ച ദൈവത്തിന്റെ ശക്തിയും താൻ സാക്ഷ്യം കൊള്ളുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അത് സഭയോടുള്ള ബന്ധത്തിൽ എല്ലാവർക്കും അതിന് അവസരം ലഭിച്ചിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ തന്റെ സാക്ഷ്യം ലീലാമ്മ കൊച്ചുമ്മ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടാലും തന്റെ സാക്ഷ്യം നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് ഈ മധ്യമായ ശരീരം അമർത്യത്തിലേക്കും ഈ ദ്രവത്വമുള്ള ശരീരം അതിരോധത്തിലേക്കും ഈ മൺമയമായ ശരീരം പിന്മയമാകുന്ന ആ അനുഭവത്തിലേക്കും ഇപ്പോൾ കടന്നുപോയിരിക്കുന്നു. തന്റെ വേദന മാറി വേദനയില്ലാത്ത നാട്ടിലെത്തിയിരിക്കുന്നു. തന്റെ രോഗം മാറി രോഗമില്ലാത്ത നാട്ടിലെത്തിയിരിക്കുന്നു. തന്റെ കണ്ണുനീർ തീർന്നു. സ്വർഗത്തിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ആ സ്വർഗീയമായ അനുഭവങ്ങളോടുകൂടെ സ്തുതിഗീതങ്ങൾ പാടിക്കൊണ്ട് തന്റെ ആത്മാവ് വിശ്രമിക്കുന്നതിനുള്ളത് ഓർക്കുമ്പോൾ സന്തോഷത്തോടുകൂടെ ഇവിടെ നിൽക്കുകയാണ്. അവസാനത്തോടും പ്രത്യാശയുടെ ധൈര്യം, പ്രത്യാശയുടെ സന്തോഷം, ആ വിശ്വാസം ഞാൻ മുറുകെ പിടിച്ചു. സാക്ഷ്യമുള്ള ഒരു ജീവിതം നയിച്ചു. മക്കളെ ദൈവകൃപയിൽ വളർത്തി സാക്ഷ്യത്തോടുകൂടെ മക്കളെയും മക്കളുടെ മക്കളെയും കാണുവാൻ ദൈവം ഭാഗ്യം നൽകി. ഇപ്പോൾ തിരുമേനിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രയും കാലം പിന്നില് ധൈര്യവും പ്രാർത്ഥനയാലുള്ള സഹായവും ശാരീരികമായുള്ള എല്ലാ ശുശ്രൂഷകളും നൽകിക്കൊണ്ട് ഈ ജീവിതം ഇവിടെ അവസാനിച്ചു കഴിയുമ്പോൾ അനേകനല്ല ഒരിക്കലും വിട്ടു
മാറാത്തവനായ ദൈവം തന്നോടുകൂടെ ഉണ്ടെന്നുള്ള ഉറപ്പും വിശ്വാസവും ഈ നാളുകളിൽ അധികം ലഭിക്കേണ്ടതിന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്ത്യാനിമാരുടെ പേരിലുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ സമയത്തിൽ ഒരു വാക്ക് ദീർഘിപ്പിക്കരുത്, ഒരുമിച്ചുള്ളിൽ നിൽക്കണം. എനിക്കൊരു ചെറിയ കാലയളവ് മാത്രമാണ് ക്രിസ്ത്യനായിട്ട് ഇടപെടുവാൻ കഴിഞ്ഞത്. എങ്കിലും ആ ചെറിയ കാലയളവ് എന്റെ വ്യക്തിബന്ധത്തിൽ അത് വളരെ വിലയേറിയതായി എണ്ണുന്നു. ഞാൻ ആദ്യം ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം മോളി പ്രശ്നം പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഒരു വാക്യം മാത്രം വായിക്കാനുണ്ട്. ക്രിസ്തുമയുടെ ജീവിതത്തിലെ 2 കൊരിന്ത്യർ 1:4 ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസമുണ്ട്. ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഈ ഒരു വാക്യം ക്രിസ്തുമയുടെ ജീവിതത്തിലെ ഏറ്റവും അർത്ഥവത്തായ ഒരു വാക്യമാണ്. ഇത് ഞങ്ങളെ തിരുമേനിയും കുടുംബത്തെയും എന്റെ വ്യക്തിപരമായ പേരിലും സേവി സമാജത്തിന്റെ പേരിലും ഞങ്ങളുടെ അനുശോചനം അറിയിച്ചു. ബിഷപ്പ് ഡോക്ടർ തോമസ് സാമുവൽ, ഫോർമർ ബിഷപ്പ് ഓഫ് CSI മധ്യകേരള ഡയസിസ്, ഇങ്ങോട്ട് വന്ന് ഒരു വാക്ക് അനുശോചനം. കർത്താവ് പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നാൽ എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കില്ല. ദൈവത്തിരുനാമത്തെ മോശത്താകട്ടെ. നമ്മെ വിട്ട് നിത്യസ്വസ്ഥതയിലേക്ക് പ്രവേശിച്ച പ്രിയ വർഷങ്ങളുടെ ഒരുപാട് ദുഃഖരായിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ അഭിനന്ദ തിരുമേനിയുടെ മക്കളുടെ അവരുടെ കുടുംബങ്ങളിലെ പ്രിയപ്പെട്ട എല്ലാവരുടെയും ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. ആശ്വാസപ്രദനായ കർത്താവ് കുടുംബാംഗങ്ങളെ വിശുദ്ധരായിരിക്കാൻ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കുടുംബത്തിന്റെ അനുശോചനം പ്രിയ കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. അഭിനന്ദ അലക്സാണ്ടർ തിരുമേനിയും കുടുംബവുമായിട്ടുള്ള ആ കുടുംബ സ്നേഹബന്ധം ഏറെ വിലപ്പെട്ടതായിട്ട് ഞാൻ കരുതുന്നു. ആ സ്നേഹ കുടുംബ ബന്ധമാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത്. ഈ സമയത്ത് മക്കളെ പിന്നിയച്ഛനെയും കുടുംബത്തെയും സോഫിയായും ഷൈനച്ഛനെയും കുടുംബത്തെയും മറ്റെല്ലാവരെയും ഞാൻ ഓർക്കുന്നു. അവരുമായിട്ടുള്ള ആഴമേറിയ വ്യക്തി ബന്ധത്തിൽ പല മേഖലകളിലും സഭയിലൊക്കെ പ്രവർത്തിക്കാനായിട്ട് അവസരമുണ്ടായിട്ടുണ്ട്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയ വസ്തുക്കളുടെ ഏറ്റവും നല്ല ജീവിതത്തിനായിട്ട് നിങ്ങളോട് ചേർന്ന് ഞാനും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. കൊച്ചമ്മയുടെ ജീവിതത്തില് വേദനയും രോഗവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെയൊക്കെ അഭിമുഖീകരിക്കാനായിട്ട് സർവശക്തനായ ദൈവം ഈ പ്രിയ മാതാവിന് ആവശ്യമായിട്ട് ശക്തിയും ദൈവകൃപയൊക്കെ നൽകി. ആ ജീവിതത്തിലൂടെ നമുക്ക് ലഭിച്ച സ്നേഹം, കരുതൽ, വിശ്വാസത്തിന് നല്ല മാതൃകകൾ, അതിനാണെല്ലാം ഞാനും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. കർത്താവിന്റെ വാക്കുകൾ നമുക്കെപ്പോഴും ധൈര്യം പകരുന്നതാണ്. യേശു കർത്താവ് നമ്മളോട് പറഞ്ഞ വാക്കുകൾ എപ്പോഴും നമ്മൾ ഓർക്കുന്നു. മരണം ജീവിതത്തിന്റെ അവസാനമല്ലല്ലോ, മരണത്തിനപ്പുറമായിട്ടുള്ള നിത്യജീവിതം കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകും. എന്നിൽ വിശ്വസിക്കുന്നു മരിച്ചാലും ജീവിക്കും. സാധാരണ ഇതുപോലുള്ള സമയത്ത് നമ്മൾ പറയുന്ന ഒരു ചിത്രീകരണം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഒരു പടക് കടപ്പുറത്ത് നിന്ന് യാത്ര തിരിക്കുമ്പോൾ യാത്ര അയക്കുവാൻ വരുന്ന ആളുകൾക്ക്, യാത്ര ചെയ്യുന്ന ആളുകളോട് യാത്ര പറയുമ്പോൾ ദുഃഖം തോന്നാറുണ്ട്. എന്നാൽ ചിത്രീകരണത്തിൽ പറയുന്നത് മറുകരെ ആ യാത്രക്കാരെ സ്വീകരിക്കുവാൻ കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. ഇത് മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ച് അർത്ഥവത്തായിട്ടുള്ള ഒരു സത്യമാണ്. ഈ പ്രിയ മാതാവ് നമ്മെ വിട്ട് പോയെങ്കിലും ആ
നിത്യജീവന്റെ സ്വർഗീയ തുറമുഖത്ത് തന്നെ സ്വാഗതം ചെയ്യുവാൻ ദൂതന്മാർ ആ സ്വർഗീയ സൈന്യം ഉണ്ട് എന്നുള്ളത് നമുക്ക് ധൈര്യം പകരുന്ന സത്യമാണ്. അതുകൊണ്ട് മാനുഷികമായിട്ട് നമുക്ക് ദുഃഖമുണ്ടെങ്കിലും പ്രത്യാശയില്ലാത്തവരെ പോലെയല്ല നാം ദൃഷ്ടിക്കുന്നത്. കർത്താവിന്റെ ആശ്വാസവും സമാധാനവും എല്ലാവിധ സ്വർഗീയ കൃപകളും വൃത്തികരായിരിക്കുന്ന എല്ലാവർക്കും അഭിനന്ദന തിരുമേനിക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ ഒരിക്കൽ കൂടെ എൻ്റെ കുടുംബത്തിൻ്റെയും അനുശോചനം പ്രിയപ്പെട്ടവരെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ കൈപ്പറ്റ പാരിഷിന് വേണ്ടി പാരിഷ് സെക്രട്ടറി മുമ്പോട്ട് കടന്നു വരുന്നു അനുശോചനം അറിയിക്കാനായിട്ട്. അതിനെ തുടർന്ന് തന്നെ എഡ്യൂക്കേഷൻ ബോർഡിന് വേണ്ടിയും സുവിശേഷ പ്രകാശനയ്ക്ക് വേണ്ടിയും സാഹിത്യത്തിനെ പ്രതികരിച്ചും റീത്തും സമർപ്പിക്കാനുള്ള സമയമാണ്. ഇടവ സെക്രട്ടറി മുമ്പോട്ട് വന്നത്. ഇടവ സെക്രട്ടറി സുവിശേഷ പ്രകാശനയ്ക്ക് വേണ്ടി ഇത് സമർപ്പിക്കുന്നു. അതിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്ന അതിലൂടെ ധന്യമായ ജീവിതത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്തു. ഞാൻ സുവിശേഷ പ്രകാശിനെ പ്രതികരിച്ചാകുന്നു ഇവിടെ നിൽക്കുന്നത്. ഇവാഞ്ചലിക്കൽ സഭയുടെ ഔദ്യോഗികമായ സുവിശേഷ പ്രകാശിനിയുമായിട്ട് കൊച്ചമ്മയ്ക്ക് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. പല രംഗങ്ങളിലെ കൊച്ചമ്മ തന്റെ അനുഭവ സാക്ഷ്യങ്ങൾ കൂടാതെ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുവാനുള്ള സന്തോഷം, പ്രതിസന്ധികൾ കടന്നു പോകാത്തതായിട്ടുള്ള ജീവിതത്തിന്റെ പ്രത്യാശ, ഇതെല്ലാം വിവരിച്ച് പല ലക്കങ്ങളിലും എഴുതിയിട്ടുണ്ട്. അത് ധാരാളം ആൾക്കാർ വായിച്ചതിന് ശേഷം വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവം പങ്കിട്ടതിൽ ഉള്ള പ്രത്യേക സന്തോഷം അറിയിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അവസരത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രത്യേകിച്ച് അലക്സാണ്ടർ സിറിമിയെ, സുവിശേഷ പ്രകാശിനിയുടെ പേരുകൾ ഞങ്ങളുടെ കീഴ്പ്പെടുത്തി തോമസ് സർവീസ് സ്ഥലത്തില്ലാത്തതിന് അദ്ദേഹത്തിന്റെ പേരിലുള്ള ദുഃഖവും അനുശോചനവും അറിയിക്കും. എഡ്യൂക്കേഷൻ ബോർഡിന് വേണ്ടി